നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന വിവിധ PSC പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇതുപോലെ PSCയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക് പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. അടുത്ത ചോദ്യം, ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി മഴവില്ല് പദ്ധതിയാണ് ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി മഴവില്ല്. അടുത്ത ചോദ്യം, സ്ത്രീ പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതി. സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയാണ് സ്ത്രീ പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതി സ്ത്രീപക്ഷ നവകേരളം. ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ചലച്ചിത്ര താരം നിമിഷ സജയൻ ആണ്. ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ചലച്ചിത്ര താരം നിമിഷ സജയൻ ആണ്. അതുപോലെ തന്നെ സ്ത്രീപക്ഷ നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ നടത്തുന്ന കലാജാഥയാണ് സ്ത്രീ ശക്തി കലാജാഥ. അപ്പോൾ സ്ത്രീ ശക്തി കലാജാഥ സ്ത്രീപക്ഷ നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ നടത്തുന്ന കലാജാഥയാണ് സ്ത്രീ ശക്തി കലാജാഥ. കൂടാതെ സ്ത്രീപക്ഷ നവകേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുടുംബശ്രീയുടെ കലാസമ്മേളനം ആണ് രംഗശ്രീ. അപ്പോ സ്ത്രീപക്ഷ നവകേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുടുംബശ്രീയുടെ കലാസമ്മേളനം ആണ് രംഗശ്രീ. ഈ 3 പോയിന്റുകളും ചോദ്യങ്ങളായി തന്നെ PSC എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 3 പോയിന്റുകളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സ്ത്രീധനം, സ്ത്രീപീഡനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം. അടുത്ത ചോദ്യം, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്തു നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി വിദ്യാവാഹിനി പദ്ധതിയാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. വിദ്യാവാഹിനി പദ്ധതി ഗോത്രസാരഥി എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, തീരദേശ മത്സ്യബന്ധനം, വിപണനം, സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതി സ്നേഹതീരം പദ്ധതിയാണ് തീരദേശ മത്സ്യബന്ധനം, വിപണനം, സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതി സ്നേഹതീരം. അടുത്ത ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി പൊൻവാക്ക് പദ്ധതിയാണ് പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി.
പൊൻവാക്ക്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഗോത്ര സംസ്കാര വൈവിധ്യവും പൈതൃകവും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കേരളത്തിന്റെ ഗോത്ര സംസ്കാര വൈവിധ്യവും പൈതൃകവും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എത്നിക് വില്ലേജ്. എത്നിക് വില്ലേജ് പദ്ധതിയാണ് കേരളത്തിന്റെ ഗോത്ര സംസ്കാര വൈവിധ്യവും പൈതൃകവും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എത്നിക് വില്ലേജ്, ഗോത്ര ഗ്രാമം. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ഹരിതരശ്മി. ഹരിതരശ്മി പദ്ധതിയാണ് പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഹരിതരശ്മി. അടുത്ത ചോദ്യം, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിശു ഭൂമികൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കി മാറ്റാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിശു ഭൂമികൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കി മാറ്റാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം പദ്ധതിയാണ് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിശു ഭൂമികൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കി മാറ്റാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. അടുത്ത ചോദ്യം, അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പാക്കിയ പദ്ധതി. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പാക്കിയ പദ്ധതി പ്രൈഡ്. പ്രൈഡ് പദ്ധതിയാണ് അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പാക്കിയ പദ്ധതി പ്രൈഡ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി. ചിരി ആണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി. അടുത്ത ചോദ്യം, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18നും 25 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരെ നേർവഴിക്ക് നടത്താൻ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി റീച്ച്. റീച്ച് പദ്ധതിയാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന 18നും 25 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരെ നേർവഴിക്ക് നടത്താൻ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി റീച്ച്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ ശ്രേഷ്ഠം. ശ്രേഷ്ഠം സോഫ്റ്റ്വെയർ ആണ് സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ ശ്രേഷ്ഠം. അടുത്ത ചോദ്യം, തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉറപ്പു നൽകുന്ന 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ പട്ടികവർഗ കുടുംബങ്ങൾക്കും 100 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്ന പദ്ധതി ട്രൈബൽ പ്ലസ്. ട്രൈബൽ പ്ലസ് പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉറപ്പു നൽകുന്ന 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ പട്ടികവർഗ കുടുംബങ്ങൾക്കും 100 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്ന പദ്ധതി ട്രൈബൽ പ്ലസ്. അടുത്ത ചോദ്യം നോക്കാം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി IT മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഞാനും ഡിജിറ്റലായി. അപ്പോ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി IT മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്
ഞാനും ഡിജിറ്റലായി. അടുത്ത ചോദ്യം, സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി. സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി. കൈമൊഴി പദ്ധതിയാണ് സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി. സസ്നേഹം തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൈമൊഴി പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോ സസ്നേഹം തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൈമൊഴി പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി K-ലിഫ്റ്റ് പദ്ധതിയാണ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി K-ലിഫ്റ്റ്. അടുത്ത ചോദ്യം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതീരം. വിദ്യാതീരം പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതീരം. അടുത്ത ചോദ്യം, SSLC ഹയർ സെക്കൻഡറി പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. SSLC ഹയർ സെക്കൻഡറി പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഹോപ്പ്. ഹോപ്പ് ആണ് SSLC ഹയർ സെക്കൻഡറി പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഹോപ്പ്. അടുത്ത ചോദ്യം, മുൻഗണനാ റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി. മുൻഗണനാ റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ യെല്ലോ. ഓപ്പറേഷൻ യെല്ലോ ആണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ യെല്ലോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതി. സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതി അങ്കൻ ജ്യോതി. അങ്കൻ ജ്യോതി പദ്ധതിയാണ് സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതി. അടുത്ത ചോദ്യം, ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി. ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി മാറ്റം. മാറ്റം ആണ് ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി മാറ്റം. അടുത്ത ചോദ്യം നോക്കാം. പൊതുവിദ്യാലയങ്ങളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി. പൊതുവിദ്യാലയങ്ങളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതി മലയാള മധുരം. മലയാള മധുരം പദ്ധതിയാണ് പൊതുവിദ്യാലയങ്ങളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച
വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി? മലയാള മധുരം. അടുത്ത ചോദ്യം, ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി? ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി മെറി ഹോം. മെറി ഹോം പദ്ധതിയാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി മെറി ഹോം. അടുത്ത ചോദ്യം, മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സംസ്ഥാന തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സംസ്ഥാന തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വലിച്ചെറിയൽ മുക്ത കേരളം. വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിയാണ് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സംസ്ഥാന തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വലിച്ചെറിയൽ മുക്ത കേരളം. അടുത്ത ചോദ്യം, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് ദിവസേന ഭക്ഷണം ലഭ്യമാക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി? ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് ദിവസേന ഭക്ഷണം ലഭ്യമാക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി പാഥേയം. പാഥേയം ആണ് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് ദിവസേന ഭക്ഷണം ലഭ്യമാക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി പാഥേയം. അടുത്ത ചോദ്യം, കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം? കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ടാണ് കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട്. ഇതിന്റെ വേദി തിരുവനന്തപുരത്തായിരുന്നു. അടുത്ത ചോദ്യം, ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ കേരള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി? ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ കേരള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ പദ്ധതിയാണ് ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ കേരള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി യെല്ലോ ലൈൻ. അടുത്ത ചോദ്യം, അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിനായുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ? അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിനായുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ ഉജ്ജീവനം. ഉജ്ജീവനം ആണ് അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിനായുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ ഉജ്ജീവനം. അടുത്ത ചോദ്യം, ദരിദ്ര കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി? ദരിദ്ര കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ദരിദ്ര കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച ഒരു കേരള സർക്കാർ പദ്ധതി കൂടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോണം. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച ഒരു കേരള സർക്കാർ പദ്ധതി കൂടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. കുടുംബശ്രീ അംഗങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കലാപരിപാടി. കുടുംബശ്രീ അംഗങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കലാപരിപാടി അരങ്ങ്. അരങ്ങ് ആണ് കുടുംബശ്രീ അംഗങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കലാപരിപാടി അരങ്ങ്. അടുത്ത ചോദ്യം, കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളം. ഡിജി കേരളം പദ്ധതിയാണ് കേരളത്തെ
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളം. അടുത്ത ചോദ്യം, മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. ആശ്വാസകിരണമാണ് മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണി വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന പദ്ധതി. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണി വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജീവിക. ഗോത്രജീവികയാണ് പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണി വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജീവിക. അടുത്ത ചോദ്യം, എല്ലാ കുട്ടികൾക്കും ഗണിതശേഷി ഉറപ്പാക്കാൻ കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി. എല്ലാ കുട്ടികൾക്കും ഗണിതശേഷി ഉറപ്പാക്കാൻ കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി മഞ്ചാടി. മഞ്ചാടി ആണ് എല്ലാ കുട്ടികൾക്കും ഗണിതശേഷി ഉറപ്പാക്കാൻ കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി മഞ്ചാടി. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതി വയോരക്ഷ. വയോരക്ഷ പദ്ധതിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതി വയോരക്ഷ. അടുത്ത ചോദ്യം, നീരൊഴുക്ക് തടസ്സപ്പെട്ടു നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി. നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി. ഓപ്പറേഷൻ വാഹിനിയാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി. അടുത്ത ചോദ്യം, ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി അഭയകിരണം. അഭയകിരണം ആണ് ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി അഭയകിരണം. അടുത്ത ചോദ്യം, ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി മിഠായി. മിഠായി പദ്ധതിയാണ് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി മിഠായി. അടുത്ത ചോദ്യം, സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷകർത്താക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷകർത്താക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ വിദ്യാവാഹൻ. വിദ്യാവാഹൻ ആണ് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷകർത്താക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ വിദ്യാവാഹൻ. അടുത്ത ചോദ്യം, കാഴ്ചപരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി. കാഴ്ചപരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ദീപ്തി. ദീപ്തി
പദ്ധതിയാണ് കാഴ്ചപരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ദീപ്തി. അടുത്ത ചോദ്യം, കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി. കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് എക്സ്. പ്രൊജക്ട് എക്സ് ആണ് കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് എക്സ്. അടുത്ത ചോദ്യം, പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം ആണ് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വർണ്ണക്കൂടാരം. അടുത്ത ചോദ്യം, വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി പടവുകൾ. പടവുകൾ ആണ് വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി പടവുകൾ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് വിഷമുക്തവും പോഷകസമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്ത് വിഷമുക്തവും പോഷകസമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി അഗ്രി ന്യൂട്രി ഗാർഡൻ. അഗ്രി ന്യൂട്രി ഗാർഡൻ ആണ് സംസ്ഥാനത്ത് വിഷമുക്തവും പോഷകസമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി അഗ്രി ന്യൂട്രി ഗാർഡൻ. അടുത്ത ചോദ്യം, അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചായം. ചായം ആണ് അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചായം. അടുത്ത ചോദ്യം, പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി. പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി ജനനി ജന്മരക്ഷാ പദ്ധതി. ജനനി ജന്മരക്ഷാ പദ്ധതിയാണ് പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി ജനനി ജന്മരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം, ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കാറ്റാടി. കാറ്റാടി പദ്ധതിയാണ് ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കാറ്റാടി പദ്ധതി. അടുത്ത ചോദ്യം, പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി. പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതി കർമ്മചാരി. കർമ്മചാരിയാണ് പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതി കർമ്മചാരി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി. സംസ്ഥാനത്തെ
സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം. ശലഭം പദ്ധതിയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം. ഇനിയും ഇതുപോലെ PSC പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.